സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും രാജ്യമാണ് UAE. പള്ളികൾക്കും അമ്പലങ്ങൾക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെല്ലാം തുല്യ പരിഗണന നൽകുന്ന മാതൃകാ രാജ്യം. അബുദാബിയിൽ പുതിയ ഒരു ക്രൈസ്തവ ആരാധനാലയം കൂടി തുറന്നിരിക്കുകയാണ്. പുതുക്കിപ്പണിത സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം. സ്തുതിഗീതങ്ങൾ ഉയർന്ന ഭക്തിസാന്ദ്ര അന്തരീക്ഷം. ഒരു ഗൾഫ് രാജ്യത്തെ ഏറ്റവും മനോഹരവും മാതൃകാപരവുമായ കാഴ്ച. ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വിശ്വാസികൾക്ക് സമർപ്പിച്ചത്. $1.5 കോടി ദിർഹം ചെലവിലാണ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ദേവാലയം പുതുക്കി പണിതത്. ഒരേ സമയം 2000 പേർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യങ്ങളുണ്ട്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിച്ച ദേവാലയത്തിൽ മദ്ബഹ, യേശുക്രിസ്തുവിന്റെ ചരിത്രം, അത്ഭുതങ്ങൾ, ഉപമകൾ എന്നിവയെല്ലാം കാണാം. പഴയ നിയമം, അതായത് മോശയുടെ മുൾപ്പടർപ്പ്, അതേപോലെ തന്നെ നോഹാസ് ആർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്തു. മോശയ്ക്ക് ദൈവം കൊടുത്ത 10 കൽപ്പനകൾ, അതിലുപരി ഈ തൃത്വത്തെ സൂചിപ്പിക്കുന്ന അബ്രഹാമും സാറായും ദൈവദൂതന്മാരെ സ്വീകരിക്കുന്ന ആതിഥേയത്വം, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുമെത്തിയ 10 കലാകാരന്മാർ 4 മാസമെടുത്താണ് കൊത്തുപണികൾ പൂർത്തിയാക്കിയത്. ക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയും പരസ്യ ജീവിതകാലത്ത് നടത്തിയ അത്ഭുതങ്ങളും ഉപമകളുമൊക്കെ ഗ്ലാസ് പെയിന്റിംഗ് രൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി UAE-യിലെ പല സ്ഥലങ്ങളിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് പള്ളികളുണ്ട്. ഈ പള്ളികളെല്ലാം വളരെ അനുഗ്രഹകരമായി നടത്തിക്കൊണ്ടു പോകുന്നു. അതാത് സ്ഥലത്തെ ഓരോ എമിറേറ്റ്സിലും ഉള്ളതായിരിക്കുന്ന ഭരണാധികാരികൾ മലങ്കര സഭയുടെ ഈ പള്ളികൾ നടത്തിക്കൊണ്ടു പോകുന്നതിൽ വളരെ അനുഭാവപൂർവമായിരിക്കുന്ന സഹകരണവും എല്ലാ കൈത്താങ്ങലും നൽകുന്നു എന്നുള്ളതിൽ മലങ്കര സഭയ്ക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. ഇന്ന് ഈ കൂദാശയോടനുബന്ധിച്ചും ഈ പള്ളിക്കും ഇതിൻ്റെ അതുപോലെ ചുറ്റുപാടുമുള്ള മറ്റെല്ലാ പള്ളികൾക്കും ഈ ഗവൺമെൻറ് അധികാരികൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ സേവനങ്ങൾക്കും മലങ്കര സഭ എന്നും നന്ദിയുള്ളവരാണ്, കടപ്പെട്ടവരാണ്. UAE-യിൽ 1968 65 അംഗങ്ങളുമായി ഒരു കോൺഗ്രിഗേഷനായി തുടങ്ങിയ സഭയ്ക്ക് UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് ഖാലിദിയയിൽ പള്ളി നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചത്. ഷെയ്ഖ് സായിദ് തന്നെ ശിലയിട്ട ദേവാലയത്തിൽ 1971 ഡിസംബർ 1 ആദ്യ കുർബാന നടന്നു. 1982 ഫെബ്രുവരി 5 മുഷരിഫിലെ ദേവാലയത്തിന് കല്ലിട്ടത്. 1983 മെയ് 27 കൂദാശ തുടങ്ങിയതു മുതൽ 2022 ജൂൺ 26 വരെ പ്രാർത്ഥന നടന്നു. 4 പതിറ്റാണ്ടിന്റെ കാലപ്പഴക്കം മൂലം ആ ആരാധനാലയം പൊളിച്ചപ്പോഴാണ് പുതിയ ആരാധനാലയം നിർമ്മിച്ചത്. 53 വർഷം തികയുമ്പോൾ രാജ്യം 53ാം ദേശീയ ദിനം ആഘോഷിക്കുമ്പോഴാണ് പുതുക്കിപ്പണിത ആരാധനാലയത്തിന്റെയും സമർപ്പണം. ദേവാലയത്തിന്റെ ഔട്ടർ ഡിസൈൻസ് മുഴുവൻ ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിരുചിക്കനുസരിച്ചാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പം കേരളത്തിലെ ഒരു പള്ളിയുടെ രൂപകൽപ്പന അല്ല, ഒരു ഡിസൈൻ അല്ല ഇതിൻ്റെ ബാഹ്യമായ രൂപം. ഇന്നർ സൈഡ് മാത്രമേ ഉള്ളൂ, ബാഹ്യ സൈഡ് ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു രൂപകൽപ്പനയാണ് മോഡിഫൈ ചെയ്തത്. മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു
ചടങ്ങുകൾ. കൊടിമര കൂദാശയ്ക്കും കൊടിയേറ്റത്തിനും ശേഷം ചാപ്പലിൽ നിന്നും ഘോഷയാത്രയായി പുതിയ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് സന്ധ്യാ നമസ്കാരവും ദേവാലയ കൂദാശയുടെ ഒന്നാം ഘട്ടവും നടത്തി. ബ്രഹ്മവാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യാക്കോബ് മാർ ഏലിയാസ് തിരുമേനി, ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്ത യൂഹാനാൻ മാർ ദിമിത്രയോസ്, ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പിലക്സിനോസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. മുൻ വികാരിമാർ, ഇതര സഭകളിലെ വൈദികർ, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം പങ്കെടുത്തു. അനേക ആൾക്കാർ, നാനാജാതി മതസ്ഥര് ഈ ദേവാലയത്തിലേക്ക് വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവാലയം എന്ന് പറയുന്നത് വാതിലുകൾ എപ്പോഴും രാത്രി 11 മണി വരെ തുറന്നു കിടക്കുമായിരുന്നു. അപ്രകാരം തന്നെയാണ് ഈ വർഷം ഈ ദേവാലയം ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അനേകർക്കായിട്ട് തുറന്നിട്ടിരിക്കണം എന്നുള്ളതാണ്. ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ അനേക ആൾക്കാരോട് ഒന്ന് സംബന്ധിക്കുന്ന ഒരു കാഴ്ച കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ചടങ്ങിൽ കത്തീഡ്രലിനെ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി കാത്തോലിക്ക ബാവ പ്രഖ്യാപിച്ചു. പ്രമുഖ ദേവാലയങ്ങളിൽ ഒന്നായ അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി ഈ കൽപ്പനയിലൂടെ പ്രഖ്യാപിക്കുന്നു. പൊതുസമ്മേളനത്തിൽ UAE സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, ഡോക്ടർ മുഗീർ ഖാമിസ് അൽ ഖൈലി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, അലൈൻ ഗവർണറുടെ ഓഫീസിലെ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ ജോർജ് മാത്യു തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത കൂദാശയും പൊതുസമ്മേളനവും കുടുംബ സംഗമവുമായാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. ഈ പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആലോചനകൾ 2016 തുടങ്ങി. 2020 അതിൻ്റെ എൻജിനീയറിംഗ് കാര്യങ്ങളെല്ലാം തീർന്നു. 2022 ഇതിൻ്റെ പ്രാരംഭ നടപടികൾ, കൺസ്ട്രക്ഷൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി. 2022 ഡിസംബർ 25 ഇതിൻ്റെ കല്ലിട്ടു. 2024 ഒക്ടോബർ 28 ഇതിൻ്റെ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. ഏകദേശം 15 മില്യൺ ദിർഹാംസാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. 2000 പേരെ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു സ്പേസാണ് ഇതിനകത്തുള്ളത്. കല, ശില്പഭംഗി എന്നിവയ്ക്കൊപ്പം സുവിശേഷ സന്ദേശം ദൃശ്യപരമായി കൈമാറുന്ന ആത്മീയ വേദിയാണ് ആരാധനാലയം. ക്രിസ്തുവിന്റെ ജീവിത സന്ദേശങ്ങൾ തന്നെയാണ് കാലാതിവർത്തിയായി ഇവിടെ നിലകൊള്ളുക. ആരാധനയ്ക്കെത്തുന്ന ഓരോ വിശ്വാസിക്കും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനും കൺതുറന്ന് പുതിയ ലോകത്തെ സ്വീകരിക്കാനും ഈ ആരാധനാലയം വഴിവിളക്കാകും. ഗൾഫ് രാജ്യങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.